മദ്യനയത്തിൽ ഇനി ചർച്ച വേണ്ടെന്ന് KPCC സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ തീരുമാനമായതായി ഇന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമപ്രവർത്തകരെ കണ്ട് അറിയിച്ചിരിക്കുകയാണ്. മദ്യനയത്തിലെ മാറ്റത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടതില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ VM സുധീരൻ കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. VM സുധീരൻ്റെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം നൽകിയ ആ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാന ദൃശ്യങ്ങൾ. നമുക്കിപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിൽ പോലും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ക്യാബിനറ്റും, അതായത് പാർട്ടിയും KPCC പ്രസിഡന്റും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ഉണ്ടായ ഇന്നത്തെ ചർച്ചകളും അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഉണ്ടായ ചർച്ചകളുടെ തീരുമാനങ്ങളും ഏകോപന സമിതിയിലെ രാജ്യഭീഷണിയും ഇത്തരം കാര്യങ്ങൾക്കപ്പുറം മദ്യനയം എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി പീപ്പിൾ TV ഉൾപ്പെടെ ന്യൂസ് ആൻഡ് വ്യൂസ് ഉൾപ്പെടെ ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയമാണ്. ഈ മദ്യനയം ഉണ്ടാക്കുകയും ആ മദ്യനയത്തിൽ നിന്ന് മലക്കം മറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പൊതുജനം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു പ്രധാന കാര്യം സർക്കാരിൻ്റെ വരുമാനത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരുമാനത്തിലെ കുറവ് നികത്തുന്നതിനായി ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും ടാക്സ്, അതായത് നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. മദ്യനയത്തിൽ നിന്ന് പിൻവാങ്ങി സുധീരൻ പറയുന്നു ഇനി ചർച്ചയൊന്നും വേണ്ട, ഇന്നു മുതൽ ബിയർ പാർലറുകളും വൈൻ പാർലറുകളും വ്യാപകമായി കേരളത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോഴും മുൻപെടുത്ത നിലപാടിൽ ഉറച്ചു തന്നെയാണ് UDF ഗവൺമെൻറ് നിലകൊള്ളുന്നത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമുക്കിപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായി VS സുനിൽകുമാർ MLA ഉണ്ട്. ഒപ്പം പ്രൊഫസർ മാർട്ടിൻ പാട്രിക് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലേരി കോഴിക്കോടുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താനെയും അതുപോലെ ബിന്ദു കൃഷ്ണയെയും നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ സുനിൽകുമാർ, തീർച്ചയായും ഈ ഒരു വിഷയം മദ്യനയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വിലക്കയറ്റം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രൂഡ് ഓയിലിൻ്റെ വരെ വില വളരെയധികം ഗണ്യമായി കുറഞ്ഞിട്ടും ടാക്സ് വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം, ഇത്തരം ഒരു യോഗം ഇന്നലെ രാത്രി 12:30 വരെ തുടർന്നെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ KPCC പ്രസിഡന്റും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി. പക്ഷേ ഇത്തരം ഒരു തീരുമാനം ഉണ്ടാവാൻ ഈ യോഗത്തിന് സാധിച്ചില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തി കാണുന്നത്? അല്ല, UDFന്റെ യോഗമാണെങ്കിലും KPCCയുടെ യോഗമാണെങ്കിലും ഇപ്പൊ ക്യാബിനറ്റ് ആണെങ്കിൽ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളവരുടെ യോഗത്തെ പറ്റി ആശങ്കപ്പെടുന്ന കാര്യം, നമുക്ക് ആകെയുള്ള ആശങ്ക അവരുടെ ഓരോ യോഗം കഴിയുമ്പോഴും ജനങ്ങൾക്ക് മേലെ പുതിയ പുതിയ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന മദ്യനയത്തിന്റെ കാപട്യം വെളിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. കാരണം മദ്യനയം നടപ്പാക്കിയാൽ തീരുമാനിച്ചത് നമ്മളാരുമില്ല, ഇടതുപക്ഷ മുന്നണിയോ നാട്ടുകാരൊന്നുമില്ല. ഇവര് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു മദ്യനയം നടപ്പാക്കാൻ തീരുമാനിക്കുന്നു, പുതിയ മദ്യനയം, മദ്യനിരോധനം ഘട്ടഘട്ടമായി നടപ്പാക്കുന്നു പറയുന്നു. സ്വാഭാവികമായിട്ടും മദ്യം നമ്മുടെ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട വരുമാനം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. 7,000 കോടിയോളം രൂപ മദ്യ വിൽപ്പനയിലൂടെ ഖജനാവിലേക്ക് ലഭിക്കുന്ന ഒരു സംസ്ഥാനത്ത് മദ്യം ഘട്ടഘട്ടമായി നിർത്തുമ്പോണ്ടാവുന്ന വലിയ ഖജനാവ് ചോർച്ച. സുനിൽകുമാർ, ഉടൻ തന്നെ തിരിച്ചു വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. താങ്കളുടെ മൈക്ക് തീർച്ചയായും. ശ്രീമതി ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസിൻ്റെ പ്രമുഖയായ നേതാവാണ്. ബിന്ദു കൃഷ്ണ, ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത VD സതീശനും KPCC പ്രസിഡന്റും തമ്മിൽ കൊമ്പുകോർത്തെന്നും ഇനി മദ്യനയത്തിൽ ഇനിയൊരു ചർച്ചകളോ ആവശ്യമില്ല എന്നുള്ള തീരുമാനമെടുത്തതുമെല്ലാമാണ്. എന്താണ് ഇത്രമാത്രം പ്രസക്തി? നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ജനങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നതിൽ നിന്നും ഗവൺമെൻറ്റിന് മാറി നിൽക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ? ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും കേരളത്തിലെ ഗവൺമെന്റോ കോൺഗ്രസ് പാർട്ടിയോ മാറി നിൽക്കുന്നില്ല. ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളിൽ അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സ്വാഭാവികമായും ഒരു പാർട്ടിയാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ വിഷയങ്ങളാക്കി ചർച്ച ചെയ്യുമ്പോഴാണ് ആ ചർച്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് വളരെ സുദീർഘമായ രീതിയിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, തെരഞ്ഞെടുത്ത് ഗവൺമെന്റിനെ അധികാരം കൈമാറിയ ജനങ്ങളുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായ നേട്ടത്തിനുള്ള അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ വലതുപക്ഷ മാധ്യമങ്ങളോ അതുപോലെ പൊതുസമൂഹമോ ഉൾപ്പെടെ പ്രത്യേകിച്ചും മദ്യനയത്തിൽ ശക്തമായ നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവാണ് താങ്കൾ. ഈ ഒരു രീതിയിലുള്ള പിന്തുണയും
KPCC പ്രസിഡന്റിന് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? KPCC പ്രസിഡന്റ് ഉയർത്തുന്ന മദ്യത്തിനെതിരായുള്ള ശക്തമായ പോരാട്ടത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒട്ടുമുക്കാൽ പേരുടെയും ഏതാണ്ട് മദ്യപിക്കുന്നവർ അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ സാമൂഹിക സാംസ്കാരിക നേതൃത്വത്തിൽ പെടുന്നവരോ ഇനി പൊതുജനമായാൽ തന്നെയും സ്വതന്ത്രമായി അത്തരത്തിലുള്ള ആശയപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും അത് പുലർത്തിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി മദ്യപിക്കുന്നവരെയും മദ്യപിക്കാത്തവരുടെയും ബാറുള്ളവരുടെയും ബാറില്ലാത്തവരുടെയും തൊഴിലാളികളുടെയും എന്ന് വേണ്ട സമൂഹത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് കുറച്ചുകൂടി പ്രായോഗികമായ നിലപാട് ചില ഘട്ടങ്ങളിൽ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ വളരെ കൃത്യമായി മദ്യത്തിനെതിരായിട്ട് വരുന്ന ഏത് വാക്കിനെയും പ്രവൃത്തിയെയും ആശയത്തെയും പൂർണ്ണമായി സ്വാഗതം ചെയ്യുക എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന് അങ്ങനെ ആശയത്തിന് അധിഷ്ഠിതമായി മാത്രം നിന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ല, തത്വാധിഷ്ഠിതമായി മാത്രം നിന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ആയിക്കോട്ടെ ശ്രീമതി ബിന്ദുകൃഷ്ണ, ശരി തന്നെ, താങ്കൾ പറയുന്നത് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ഇപ്പോൾ കെട്ടിട നികുതി, ഭൂനികുതി, രജിസ്ട്രേഷൻ, വിൽപ്പന, സ്റ്റാമ്പ് ഡ്യൂട്ടി, വെള്ളക്കരം, എന്തിന് മദ്യത്തിന് ഇനി ലോകത്ത് തന്നെ ഏറ്റവും അധികം നികുതി വാങ്ങിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 200% ടാക്സ്. ഇപ്പോൾ അതിനും 25% കൂട്ടിയിരിക്കുന്നു. നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഇന്നലെയും മിനിഞ്ഞാന്നുമായി കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പ്രതിദിനം 70,000 മുതൽ 90,000 വരെ കേസ് ബിയറുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു. വലിയ തുക ഗവൺമെൻറ് എക്സ്ചെക്കറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വക കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തണ്ടേ? ഇത്തരം കാര്യങ്ങൾ നേരത്തെ ധനം വേണം, സർക്കാർ നടത്തിക്കൊണ്ടുപോകാനുള്ള പണം സമാഹരിക്കാനായി പാവപ്പെട്ട ജനങ്ങൾക്ക് മേലാണോ ഈ ഭാരങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കേണ്ടത്? അതാണ് ചോദിക്കുന്നത്. ശ്രീ പ്രദീപ്, കേരളത്തിലെ ഇതം പ്രഥമം വരെയുള്ള ഗവൺമെന്റുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സർക്കാർ. സ്വാഭാവികമായും ധന ആഗമനം വളരെ അനിവാര്യമാണ്. അതിന് ഗവൺമെന്റുകൾ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം തന്നെയാണ് കരം കൂട്ടുക എന്നുള്ളത്. വെള്ളക്കരത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. കഴിഞ്ഞ LDFന്റെ ഭരണകാലത്ത് 100% വെള്ളക്കരം കൂട്ടിയത്. പക്ഷെ ഈ ഗവൺമെന്റ് വളരെ കുറച്ച് 20,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ കൂടുതൽ വലിയ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഭാരം ഗവൺമെന്റ് ആനുപാതികമായി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എല്ലാ സാധാരണക്കാരെയും ജനങ്ങളിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടിയിലേക്ക് വരാം. സ്റ്റാമ്പ് ഡ്യൂട്ടി കാലാകാലങ്ങളിൽ മാറ്റം വരുത്തി അത് പുനഃക്രമീകരിക്കുന്നത് ഗവൺമെന്റുകൾ എല്ലാ കാലത്തും ചെയ്യാറുള്ള കാര്യം തന്നെയാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് ആദ്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ അതിൽ പോലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള രജിസ്ട്രേഷന് നികുതി ഏർപ്പെടുത്തിയിരുന്നത് ഈ ഗവൺമെന്റ് ജനങ്ങളുടെ ആവശ്യപ്രകാരം റദ്ദ് ചെയ്തു. അത് പുനഃസ്ഥാപിച്ചു. അത് അത്തരത്തിൽ പഴയ രീതി തന്നെ തുടരാൻ തീരുമാനിച്ചു. പിന്നെ വലിയ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അതിന് ഗവൺമെന്റിന് നികുതി കിട്ടേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ, നമ്മുടെ നാടിന്റെ പൊതു താല്പര്യത്തിന് അനിവാര്യമാണ്. ഇപ്പറഞ്ഞതിനോടും യോജിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതാണ്, പെട്രോളിയം, ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നികുതി, എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നു. അതോടൊപ്പം തന്നെ കേരള സർക്കാരും വളരെ കൃത്യമായി ആ നികുതി വർദ്ധിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന നിയന്ത്രിച്ചാൽ മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് വിലക്കുറവിൽ എല്ലാ സാമഗ്രികളും ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത്. ശ്രീ സുനിൽ കുമാർ, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ UDF ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ ഒരു ലക്ഷ്യബോധമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണോ, അതോ തമ്മിൽ തല്ലി വഴക്കടിച്ച് പത്രമാധ്യമങ്ങളിൽ വാർത്ത സൃഷ്ടിച്ച് ഇതിങ്ങനെ നടന്നു പോകുന്ന ഒരു അവസ്ഥ മാത്രമാണ്? ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. അല്ല, ഇത് ഇപ്പോൾ UDFന്റെ യോഗത്തിനകത്ത് ജനങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ ഏത് ജനങ്ങളുടെ കാര്യം അവർ ചർച്ച ചെയ്തിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള ചക്ലാത്തി പോരാട്ടം, അവരുടെ ഈഗോ ക്ലാഷുകൾ, അവരുടെ പ്രതിച്ഛായ സംബന്ധിച്ച സംഘടനകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലാതെ KPCC പ്രസിഡന്റിൻ്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ മുതിരുന്നു തുടങ്ങിയിട്ടുള്ള വില കുറഞ്ഞ ചില കാര്യങ്ങൾ നടക്കുന്നതെന്നല്ല നാട്ടുകാരുടെ ഒരു കാര്യം ഒരു ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ ബിന്ദുകൃഷ്ണ പറഞ്ഞൊരു കാര്യം എന്താ, നികുതി കൂട്ടേണ്ടി വരും. എന്തിനാണ് നികുതി കൂട്ടേണ്ട കാര്യം എന്താ? ഇവിടെ വെള്ളക്കരം കൂട്ടിയപ്പോൾ ബിന്ദുകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്ന കാര്യം, 2,800 കോടി രൂപ വെള്ളക്കരം കുടിശ്ശിക എടുക്കല്ലേ, നിങ്ങൾ പിരിച്ചെടുത്തോ? ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. നിങ്ങൾ 3,800 കോടി രൂപ വൈദ്യുതി ചാർജ് പിരിച്ചെടുക്കാൻ വമ്പന്മാരെ ആളുകളുടെ കയ്യിൽ നിങ്ങൾ പിരിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾ പിരിച്ചെടുത്തിട്ടില്ലല്ലോ. 33,000 കോടി രൂപ നികുതി കുടിശ്ശിക എടുക്കല്ലേ. 9,000 കോടി രൂപ കോടതി സ്റ്റേയും ബാക്കിയുള്ളത് KM മാണി കൊടുത്തിരിക്കുന്ന പോസ്റ്റ് കാർഡ് സ്റ്റേയുമായി 23,000 അടക്കം 33,000 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ടോ? ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ പിന്നെ ഇവിടെ അഴിമതി നടക്കല്ലേ. പിന്നെ ഇവിടെ മദ്യനിരോധനം എന്ന് നിങ്ങൾ കൊട്ടിക്കൊഴിച്ച് കൊണ്ടുവന്നത് ഞങ്ങളല്ല, നിങ്ങളല്ലേ കൊണ്ടുവന്നേ. ആ മദ്യനിരോധനം കൊണ്ടുവരാൻ പോയപ്പോൾ തീരുമാനിച്ചെന്താ? മദ്യനിരോധനം കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ വരുമാന നഷ്ടമാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞെന്താ, മദ്യനിരോധനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വരുമാന നഷ്ടം ഞങ്ങൾ സഹിക്കും, എന്തും ഞങ്ങൾ നേരിടും, വെച്ച കാൽ പുറകോട്ട് വയ്ക്കില്ല, മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞു വന്ന ആ മദ്യനയം എവിടെ പോയി?
ഇവിടെ മദ്യത്തിൻ്റെ വിൽപ്പന വില കുറവുണ്ടായോ? വരുമാനത്തിൽ വല്ല പിന്നെ കുറവുണ്ടായോ? നികുതി പിന്നെ മദ്യം വിറ്റ നികുതിയിൽ വില കുറവുണ്ടായോ? പക്ഷേ നിങ്ങൾ ചെയ്തത് എന്താ? നിയമസഭ കൂടി 1550 കോടി രൂപയുടെ അധിക നികുതി നിങ്ങൾ ആദ്യം ഏർപ്പെടുത്തി. അതിനുശേഷം മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന വലിയൊരു സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള കാര്യം നടപ്പാക്കുന്നു എന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് മേലെ നിങ്ങൾ നികുതി അടിച്ചേൽപ്പിച്ചു. നിങ്ങൾ പറയുന്ന പോലെ ഇത് ധനാഢ്യന്മാരുടെ മേൽ മാത്രമാണോ? ഇവിടെ പിന്നെ ഈ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ പൈസ കൂട്ടിയില്ലേ? മൂത്രം പരിശോധിക്കുമ്പോൾ പൈസ കൂട്ടിയില്ലേ? രക്തം പരിശോധിക്കുന്നിടത്തൊക്കെ പൈസ കൂട്ടിയില്ലേ? നിങ്ങൾ പൈസ കൂട്ടാത്ത എവിടെയാ? എല്ലാ രംഗത്തും പൈസ കൂട്ടി കൊടുത്തില്ലേ? KSRTCയുടെ പൈസ കൂട്ടിയില്ലേ? ഇവിടെ ബസ് ചാർജ് കൂട്ടിയില്ലേ? എവിടെയാണ് നിങ്ങൾ പൈസ കൂട്ടാതിരിക്കുന്നത്? നിങ്ങൾ കൂട്ടേണ്ട കാര്യം 2500 കോടി വേറെയും 1550 കോടി വേറെ 4000 കോടി രൂപ നിങ്ങൾ അധികമായി പിരിച്ചു. അതിന് പുറമെ മദ്യം നിങ്ങൾ നിരോധിച്ചില്ല. മദ്യം നിരോധിക്കുന്നതിന് പേര് നിങ്ങൾ കൈക്കൂലി വാങ്ങും നിങ്ങളുടെ മന്ത്രിമാർ. അപ്പോൾ നിങ്ങൾ മന്ത്രിമാർക്ക് കൈക്കൂലിയുടെ ഇനത്തിൽ വലിയൊരു തുക കിട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന് ഖജനാവിലേക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഖജനാവിലേക്ക് കിട്ടേണ്ട യഥാർത്ഥ നികുതി നിങ്ങൾ പിരിച്ചെടുക്കുന്നുമില്ല. അതിൻ്റെ പേരിൽ വമ്പൻ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരിലേക്കും തിരിച്ചു വരാം. ഒരു കാര്യം, നമുക്കിപ്പോൾ കൊച്ചിയിൽ പ്രൊഫസർ മാർട്ടിൻ പാട്രിക് ഉണ്ട്. അദ്ദേഹം ധനകാര്യ വിദഗ്ധൻ കൂടിയാണ്. ഒരു കാര്യം, ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു വിഷയം തന്നെയാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. ഈ മാറ്റർ ഓഫ് ഫാക്ട് എന്ന് നമ്മൾ പറയും, വസ്തുതാപരമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു ചർച്ച പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സംഭവിക്കാതെ പോകുന്നുണ്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ എന്ന് അനുമാനിക്കാവുന്നതല്ലേ? താങ്കൾ എങ്ങനെയാണ് ഒരു സാമ്പത്തികാര്യ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ നയപരമായ മാറ്റങ്ങളും ഈ നികുതി ഘടനയിൽ വന്ന മാറ്റങ്ങളിൽ ഗവൺമെൻറ് ഇപ്പോഴും നിലപാടെടുക്കാത്തതും എന്നെ വിലയിരുത്തുന്നത്? നയപരമായ മാറ്റത്തെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാൻ വലിയ അർഹതയൊന്നുമില്ല. അതിന് കാരണം കാര്യമായ നയമാറ്റം ഉണ്ടായില്ല. ഇപ്പം മദ്യനയത്തെ സംബന്ധിച്ചിട്ട് അത് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പേരെന്താണ്? പിന്നീട് ബിയർ ബാർലറുകൾ എന്നാണ് ഓമന പേര്. മദ്യമില്ല അവിടെ, മറ്റേ ഫോറിൻ ലിക്വിഡ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വേഴ്സ് ഇല്ല എന്ന് മാത്രമാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ മദ്യം തന്നെയാണല്ലോ, ഏതിലും മദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മദ്യനയം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്, പഴയ രീതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതേസമയം ടാക്സ് ഒട്ട് കുറച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മദ്യം പോലുള്ള സാധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ടാക്സ് കൂട്ടണം. രണ്ട്, ഈ വർഷം സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിലായതുകൊണ്ട് വരുമാനം ഉയർത്താൻ വേണ്ടിയിട്ട് ചില സാധനങ്ങൾക്ക് ടാക്സ് കൂട്ടുന്നുണ്ട്. കൂട്ടത്തിൽ മദ്യത്തിനും ടാക്സ് കൂട്ടി എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ വാദം നമുക്കെടുക്കാം. ടാക്സ് മദ്യം പോലുള്ള സാധനങ്ങൾക്ക് കൂട്ടിയിട്ട് ഉപഭോഗം കുറയ്ക്കാമെന്നുള്ള വാദം അത് ശരിയാണ്, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രാവർത്തികമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഉപഭോഗത്തിൽ കാര്യമായ മാറ്റമില്ല. ഉപഭോഗത്തിൽ കാര്യമായ മാറ്റമില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ബിയർ പാർലറുകൾ തുറന്നതിന് ശേഷം വല്ലാണ്ട് വിൽപ്പന കൂടുകയുണ്ടായി. നേരത്തെ തന്നെ ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ വിൽപ്പന കൂടി, നിലവിലുള്ള ബാറുകളിലെ വിൽപ്പന വല്ലാണ്ട് കൂടി. ഇതെല്ലാം തന്നെ മന്ത്രിയെ കൊണ്ട് ഒരു കാര്യം പറയിപ്പിച്ചു, കാര്യമായിട്ട് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന നികുതിയിൽ കുറവുണ്ടായിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ടാക്സും തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കോണിൽ നിന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകരുത്. ഉൽപ്പാദനത്തെ സഹായിക്കുന്നതായിരിക്കണം ടാക്സ്. ഇവിടെ എന്താണ്? മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുന്നു, ടാക്സ് കൂട്ടിയിട്ടും മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുന്നു. അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. കാരണം ഈ ആളുകൾക്ക് വൃത്തിയായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, കുടുംബത്തിലെ ആവശ്യത്തിന് വരുമാനമെത്തില്ല, അപ്പോൾ കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കാര്യമായിട്ടുള്ള ഒരു പിന്നീട് ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. പ്രൊഫസർ മാർട്ടിൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഘടന കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മദ്യനയത്തിൽ വരുന്ന മാറ്റം മറിച്ചിലുകൾ ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഒരു വിഭാഗം ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡിന് പോലും, പ്രത്യേകിച്ച് വലിയ വലിയ കോർപ്പറേറ്റുകളുടെ വാണിജ്യ താല്പര്യങ്ങളിൽ ഇടപെടാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന് പോലും സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കൂടി ഇത് വന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് കരുതുന്നു. കോഴിക്കോട് നമ്മളിപ്പം അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലേരി, മാധ്യമ പ്രവർത്തകനാണ്. അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലേരി, എന്താണ് താങ്കൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? അല്ല, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി താങ്കളുടെ ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സഞ്ചരിക്കുന്ന വേളയിൽ
എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് സുഗതകുമാരി ടീച്ചർ ഈ അടുത്ത് പറഞ്ഞ ഒരു വാചകമാണ്. സുഗതകുമാരി ടീച്ചർ എഴുതിയത് ഇങ്ങനെയാണ്: തോൽക്കുന്ന യുദ്ധങ്ങൾ നയിക്കാനും പടനായകർ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിൽ ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും ഒക്കെ തന്നെ വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് പ്രായോഗിക രാഷ്ട്രീയത്തിന് ഇടത് മുന്നണി ഭരിച്ചാലും വലതു മുന്നണി ഭരിച്ചാലും കൂടുതൽ വെയിറ്റേജ് കിട്ടുന്ന കാഴ്ചയാണ് കേരള സംസ്ഥാന രൂപീകരണ കാലം തൊട്ട് ഇന്ന് ഞാൻ ഈ ചാനൽ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ UDF യോഗത്തിൽ വരെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. വൈൻ ഈസ് ദ ബോട്ടിൽഡ് പോയട്രി എന്ന് എഴുതിയത് മഹാനായ ഒരു ആംഗലേയ കവിയാണ്. ഒരു ബോട്ടിലിനകത്ത് അടച്ചു വെച്ച കവിതയാണ് മദ്യം. മലയാളിക്ക് മദ്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ഏകദേശം ആ കവി എഴുതിയ കവിതാശലകത്തിനോട് സമാനമാണ്. UP സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് 90 വയസ്സ് കഴിഞ്ഞ മരണം കാത്തു കിടക്കുന്ന വൃദ്ധന്മാർ വരെ മദ്യത്തോട് അഡിക്റ്റായിട്ടുള്ള ലോകത്തെ അപൂർവം സമൂഹങ്ങളിലൊന്നാണ് കേരളീയ സമൂഹം എന്നുള്ളത് വസ്തുതയാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും VS അച്യുതാനന്ദനായാലും O രാജഗോപാലായാലും ആരായാലും നിഷേധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേരളീയ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 200% കൂടുതൽ 225% നികുതി ഈടാക്കുന്ന ഒരു ലഹരി വസ്തു, മലയാളി പാനം ചെയ്യുന്ന ഒരു ലഹരി വസ്തു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മുഖ്യമായിട്ടുള്ള വരുമാനം ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് A to Z ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ ചെലവുകൾക്കും ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടി മദ്യം വിറ്റ കാശ് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വരുമാനം കണ്ടെത്തേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് മദ്യനിരോധനം, മദ്യവർജനം, മദ്യനയം തുടങ്ങിയ വിഷയങ്ങളിൽ സുധീരൻ്റെ പ്രത്യയശാസ്ത്രം, ആദർശം എന്താണ്, ഉമ്മൻചാണ്ടിയുടെ പ്രായോഗികത എന്താണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൻ്റെ നിലപാടെന്താണ് എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ബാലിശമാണ് എന്നാണ് ഞാൻ പ്രാഥമികമായി ഈ വിഷയവുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സുധീരൻ കേരളത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സുഗതകുമാരി ടീച്ചറുടെ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചാൽ, തോൽക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന യുദ്ധങ്ങളിലെ പടനായകന്മാരിൽ ഒരാളാണ് കേരളീയ രാഷ്ട്രീയത്തിൽ സുധീരൻ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സാന്ദർഭികമായിട്ട് ഒരു പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവ് എന്ന് കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവിനെ സംബന്ധിച്ച് ഒരു വാചകം കൊണ്ട് വിശേഷിപ്പിച്ചത് മഹാനായ MN വിജയൻ മാഷാണ്. MN വിജയൻ മാഷ് പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവ് എന്ന് ഒരു കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുബോധത്തിൻ്റെ സഹായത്തോടെ, കേരളത്തിലെ മാധ്യമങ്ങളുടെ, സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ നിരന്തരം വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന നേതാവായിരുന്നു ആ പ്രത്യേക നേതാവ് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ ഇവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഒരു നയവുമായിട്ട് കേരളീയ മനസ്സാക്ഷിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ നയം ഒട്ടും പ്രായോഗികമായ ഒരു നയമേ അല്ല എന്നുള്ളത് ഏറ്റവും മിനിമം കോമൺ സെൻസുള്ള മുഴുവൻ മലയാളികൾക്കും ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ബുദ്ധിജീവികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന, അക്കാദമിക് ചർച്ചകളിൽ ഏർപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും ആ സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും വളരെ വ്യക്തമായി അറിയാമായിരുന്നു. വളരെ ഉട്ടോപ്യനായിട്ടുള്ള ഒരു സങ്കല്പവുമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു മദ്യനയവുമായിട്ടാണ് സുധീരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ ഒറ്റപ്പെടാൻ ഉതകുന്ന രൂപത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് വന്നതെന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും വ്യക്തമാണ്. കേരളം കണ്ട ഏറ്റവും ബുദ്ധിരാക്ഷസനായിട്ടുള്ള, ഏറ്റവും പ്രായോഗികമതിയായിട്ടുള്ള, കപടനായ, ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് ബോധപൂർവം തന്നെയാണ്, ഏറ്റവും കപടനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്ന് വിളിക്കാവുന്നത് ഉമ്മൻചാണ്ടിയെയാണ് എന്നാണ് എൻ്റെ ഏറ്റവും ചെറിയ എളിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആദർശാധിഷ്ഠിതമായിട്ടുള്ളതോ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതോ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സംഭാരങ്ങൾ കൂടെയുള്ള ഒരു മനുഷ്യനോ ഒരു രാഷ്ട്രീയ നേതാവോ അല്ല VM സുധീരൻ എന്നുള്ളത് വസ്തുതയാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം അഡ്വക്കേറ്റ് റസാഖ്. നമുക്ക് തിരിച്ചു വരാം, ഉടൻ തന്നെ തിരിച്ചു വരാം. ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപായി ശ്രീ VS സുനിൽകുമാർ, ഇപ്പോൾ വന്ന ചർച്ച ഒരു വേറൊരു തലത്തിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും താങ്കൾ ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. താങ്കൾ ഒരു നിയമസഭാ സാമാജികൻ എന്നല്ല, ഇന്ന് UDF യോഗത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ആരോപണം ധനവകുപ്പ്
നാടിൻ്റെ വികസനത്തിനായുള്ള ഫണ്ട് അലോക്കേഷനിൽ വളരെയധികം കാലതാമസം വരുത്തുന്നു എന്ന് UDF തന്നെ പറയുന്നു. അപ്പോൾ ഒരു LDF പ്രതിനിധിയായി താങ്കളുടെ അനുഭവം എന്തായിരിക്കും? അല്ല, ഞാൻ നിയമസഭയിൽ KM മാണിയെ പറ്റി പറഞ്ഞൊരു കാര്യം, KM മാണി ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന ആളാണെന്നാണ്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് കൊള്ളയടിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികൾ. യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഈ ഗവൺമെൻറ്റിനില്ല. ഒരു ഉത്തരവാദിത്വവും ഈ ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി പല പാവപ്പെട്ടവരെ നികുതി പിരിച്ചെടുക്കുന്നു എന്നല്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കാനുള്ള കുടിശ്ശികക്കാരായിട്ടുള്ള ആയിരക്കണക്ക് കോടി രൂപ അടയ്ക്കാനുള്ള ആളുകൾ ഇന്ന് ഇവരെന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ച നികുതി തന്നെ ചോരാതെ പിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ വ്യക്തമായ നിലയിൽ തന്നെ നികുതി കൂടുതൽ ചെലുത്താതെ തന്നെ ജനങ്ങളുടെ വികസന പ്രക്രിയ കൊണ്ടുപോകാമല്ലോ. LDF ഗവൺമെൻറ് കാലത്ത് 27% നികുതി വർധന ഉണ്ടായി. ഏത് പുതിയ നികുതി വെച്ചല്ല, നിലവിലുള്ള നികുതിയിൽ നിന്നും വരുമാനം എന്ന നികുതി വരുമാനത്തിൽ തന്നെ 27% വർധന ഉണ്ടാക്കി കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത്. അങ്ങനെ 28,000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അത് അധിക വരുമാനം, അധിക നികുതി ഏർപ്പെടുത്തിയിട്ടില്ല. നികുതി ചെലുത്തിയ നികുതി തന്നെ ശരിയാൻ വണ്ണം അഴിമതി ഇല്ലാതെ പിരിച്ചെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ ഒരു വികസന പ്രക്രിയ നടക്കുന്നില്ലല്ലോ. PWD രംഗത്ത് നടക്കുന്നില്ല, ജനസേവന രംഗത്ത്, ഒരു രംഗത്തും ഗവൺമെൻറ്റിൻ്റെതായ ഒരു സാന്നിധ്യവും നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം കൂടി അറിഞ്ഞതിന് ശേഷം ഇടവേളയിലേക്ക് പോകാം, തിരിച്ചു വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ കേട്ടിരുന്നോ ഇപ്പോൾ ശ്രീ VS സുനിൽകുമാർ MLA പറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദഗതികൾ? ശ്രീ VS സുനിൽകുമാർ MLA അദ്ദേഹം സൂചിപ്പിച്ച കുറെ കാര്യങ്ങൾ ഞാൻ കേൾക്കാനിടയും മറ്റ് ചർച്ചയിൽ പങ്കെടുത്തവരുടെ ഒരു വാക്കുപോലും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, ഞാൻ ഏറെ വിനയപൂർവ്വം അദ്ദേഹത്തോട് പറയട്ടെ, താങ്കളുടെ പാർട്ടിയിലും താങ്കളുടെ മുന്നണിയിലുമുള്ള ഈഗോ ക്ലാഷും ചക്കളത്തി പോരാട്ടത്തിന്റെ 7 അയലത്ത് കോൺഗ്രസുകാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എത്തുകയില്ല എന്നത് വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു നേർസാക്ഷ്യം മാത്രമാണ്. അതിന് ഞാൻ അത്രയേ പറയാൻ ഭരണകക്ഷിക്കാരായിട്ടുള്ള ഉമ്മൻചാണ്ടിയും VM സുധീരൻ തമ്മിൽ നടക്കുന്ന ചക്കളാത്തി പോരാട്ടം പോലെയാണോ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് കൊണ്ടെന്ന് പറയുന്ന? ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി 1,87,00,000 അല്ല, ലോകത്തിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാളെ, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ പണം കൊടുത്താണോ എന്ത് കൊടുത്താണോ ഇനി കൊണ്ടുവന്നത് എന്നുള്ള കാര്യം 1 മാസം കഴിയുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് മനസ്സിലാവും. അദ്ദേഹം പാകിസ്ഥാൻ ചാരനാണോ കാശ് അദ്ദേഹത്തിന് എന്തായാലും ശരി കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. ശ്രീ സുനിൽകുമാറിന് ഒരു സംശയവും വേണ്ട, ഇന്ത്യയിലെ കോൺഗ്രസ് എല്ലാ കാലത്തും വ്യത്യസ്ത ജീവിത മണ്ഡലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പണക്കാരായ ആളുകളെ നന്ദൻ നിലേക്കനിയെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു, ശശി തരൂരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, അതിനുവേണ്ടി പണം വാങ്ങുന്നു. അതൊക്കെ നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അതിനെപ്പറ്റി ഞങ്ങൾ നന്ദൻ ആ ബിന്ദു കൃഷ്ണ പറയുമ്പോൾ ഞാനും ചില കാര്യങ്ങൾ പറയും. ആദർശ രാഷ്ട്രീയം ഞങ്ങളോട് പറയണ്ട. അപ്പൊ നിങ്ങൾ ചില കാര്യം ശ്രീമതി ബിന്ദു കൃഷ്ണ വിഷയത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. പ്രൊഫസർ മാർട്ടിൻ പാട്രിക്, താങ്കളോട് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. താങ്കളൊരു ധനകാര്യ വിദഗ്ധനും കൂടിയാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില വളരെയധികം താഴേക്ക് വന്നിരിക്കുന്നു. $50 താഴെ, അതായത് $125 വരെ ഉണ്ടായിരുന്ന $50 താഴെ വന്നിരിക്കുന്നു. ഇവിടെ ഒരു രീതിയിലുള്ള വിലക്കുറവോ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് പ്രാബല്യത്തിൽ വരുത്താനോ അതുമല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഉള്ള നീക്കം നടത്തുന്നതിന് പകരം ഈ ടാക്സേഷൻ എന്നുള്ള നികുതി കൂടുതൽ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് തുടർന്നു പോരുന്നത്. താങ്കൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്രൂഡ് ഓയിലിൻ്റെ വില യഥാർത്ഥത്തിൽ ബാരലിന് $150 എത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നിട്ടാണ് ഇപ്പോഴും $50 താഴെ എത്തിയിരിക്കുന്നത്. വളരെ 1/3 കുറഞ്ഞു. എന്നാൽ വിലയിൽ നാമമാത്രമായിട്ടുള്ള കുറവേ ഉണ്ടായിട്ടുള്ളൂ. വില കുറയ്ക്കുന്ന അളവ് തന്നെ വളരെ കുറവാണ്. ഇപ്പം നവംബർ മാസത്തിൽ ഏതാണ്ട് 10-12% കണ്ടിട്ട് വില കുറയുകയുണ്ടായി. എന്നാൽ അന്താരാഷ്ട്ര കമ്പോളത്തിൽ അത് 18%-ലേറെ കുറയുകയുണ്ടായി. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ വില കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ്. ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ അത് രൂപയ്ക്ക് പ്രതികൂലമാകും. അങ്ങനെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് കുറച്ച് വില കുറഞ്ഞത്.
അത് തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 1.4% വിലക്കുറവ് മാത്രമാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ അന്താരാഷ്ട്ര കമ്പോളത്തിൽ വില 1/3 മാറിയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. എന്നിട്ടുമാണ് പെട്രോളിയം കമ്പനികൾ നഷ്ടത്തിലാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ മാർട്ടിനിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. തീർച്ചയായും ഉപഭോക്താവിനെ എല്ലാ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവരുടെ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ഡിജോ കാപ്പൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഒരുപാട് കൺസ്യൂമർ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി നിൽക്കുന്ന ഡിജോ കാപ്പൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? എന്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം? ശ്രീ ഡിജോ കാപ്പൻ, കേൾക്കാമോ? തിരിച്ചു വരാം. അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു. പ്രൊഫസർ മാർട്ടിൻ പാട്രിക്, താങ്കൾക്ക് തുടരാം. പ്രൊഫസർ മാർട്ടിൻ. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര കമ്പോളത്തിൽ വില കുറഞ്ഞതിനനുസരിച്ചിട്ടുള്ള വില കുറച്ചിൽ നമ്മുടെ ദേശീയ രംഗത്ത് ഉണ്ടായിട്ടില്ല. പെട്രോളിൻ്റെ വില ഇത് കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡീസലിന് തന്നെ നമുക്ക് 10 രൂപ കണ്ടിട്ട് കുറഞ്ഞു. 10 രൂപ കണ്ട് കുറഞ്ഞപ്പോൾ KSRTC സത്യത്തിൽ ഇത്തരത്തിലൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കേണ്ടതാണ്. വളരെ സമർത്ഥമായിട്ട് KSRTCക്ക് ഈ സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് KSRTCയെ ലാഭത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. ഈ ഭരണാധികാരികൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ലോകത്തെവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നന്നാക്കാതെ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നാക്കാനുള്ള ഒരു നല്ല അവസരമായിരുന്നു ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞ അവസരം. ആ അവസരം പോലും നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി സാധാരണക്കാരന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം വില കുറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാക്കാൻ അവർക്ക് സാധിക്കണം. അത് സാധിക്കുന്നില്ല. ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം, അതൊരു മഹാവിപത്തുണ്ടാക്കുന്ന സാധനമാണ്, അതുകൊണ്ട് അതിൻ്റെ ടാക്സ് കൂട്ടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ അതിന് ഒരുപാട് സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വീട്ടിൽ വരുന്ന വരുമാനത്തിൻ്റെ കുറവ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായിട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഒരു പിന്നീട് നികുതി സമ്പ്രദായം നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഖേദകരം. അതാണ് ഈ സാഹചര്യത്തിൽ പെട്രോളിൻ്റെ കാര്യത്തിലായിരുന്നാലും മദ്യത്തിൻ്റെ കാര്യത്തിലായാലും എടുത്തു കാണേണ്ട ഒരു കാര്യം. ഉൽപാദനത്തെ ത്വരിതപ്പെടാത്ത ഒരു ടാക്സ് നമുക്ക് എന്തിനാണ്? ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് ആ ടാക്സിനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ തീർച്ചയായും. പ്രൊഫസർ മാർട്ടിൻ, ഇതേ വിഷയം തന്നെയാണ് സുനിൽ കുമാർ MLA ഇവിടെ ഉന്നയിച്ചിരുന്നത്. ഉൽപാദനവും ടാക്സേഷനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇതിനൊരു പരിഹാരം എപ്പോഴും നമ്മൾ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വിഷയമായി മാറ്റാതെ ഇതിനൊരു വളരെ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാരം എന്താണ് നിർദ്ദേശിക്കാനുള്ളത് താങ്കൾക്ക്? ഒന്നാമത് ഈ ഏറ്റവും വലിയ എനിക്കൊരു പരിഹാരമായിട്ട് പറയാനുള്ളത്, ബഡ്ജറ്റിൻ്റെ പുറത്ത് എടുക്കുന്ന ഡിസിഷൻസുകളുടെ എണ്ണം കൂടുന്നു. അത് കുറയ്ക്കണം. നമ്മൾക്ക് ഇതാണ് ശക്തമായിട്ട് നമുക്ക് പരിഹാരം വേണ്ടത്. നമുക്ക് ബഡ്ജറ്റിന് പുറത്ത് എത്രമാത്രം ഡിസിഷൻസ് ആകാം, അത് എത്ര എണ്ണമാകാം, അതിന് എത്ര എമൗണ്ട് വരെ പോകാം, നമ്മുടെ ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിൻ്റെ എത്ര ശതമാനം കണ്ടുവരെ നമുക്ക് പുറത്ത് ഡിസിഷൻ എടുക്കാമെന്നൊരു നിയന്ത്രണം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. നേരത്തെ പിന്നീട് MLA സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പിന്നീട് കുടിശ്ശിക പിരിക്കാനുള്ളതൊക്കെ പിരിക്കണം. ക്രിയാത്മകമായ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂടി മെച്ചപ്പെടുത്തണം. തീർച്ചയായും താങ്കൾ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലരി, ഇപ്പോഴാണ് താങ്കൾക്ക് പ്രതികരിക്കാൻ സാധിക്കുക. എത്ര കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി 12:30 വരെയുള്ള ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ മുകളിൽ കാണുന്ന പോലെ മദ്യനയത്തിൽ ഇനി ചർച്ച വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്ത് എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം, രണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, എത്ര കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാനിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ മതിയോ? എല്ലാ സമൂഹവും അവരർഹിക്കുന്ന നേതാക്കന്മാരാണ് അവർക്ക് ലഭ്യമാവുക എന്നുള്ളത് വസ്തുതാപരമാണ്. അതൊരു വെറും സെയിങ് മാത്രമല്ല. കേരളീയ പൊതുസമൂഹം എന്ന് പറയുന്നത്, കേരളീയ മധ്യവർഗം എന്ന് പറയുന്നത് തൊലിപ്പുറത്തുള്ള വളരെ ഉപരിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ, അവയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വ്യാപരിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് വസ്തുതയാണ്. മലയാളി അവൻ്റെ ഊർജവും സമയവും തന്നെ ചെലവഴിക്കുന്നത്
ഏറ്റവും അർത്ഥശൂന്യമായിട്ടുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ആഴമേറിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയോ പരിഹാരം നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത വളരെ തൊലിപ്പുറത്തുള്ള ഉപരിപ്ലവകരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് ചർച്ചകൾ വ്യാപിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നിർഭാഗ്യവശാലും മലയാളി സമൂഹം. നമ്മുടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെയെങ്കിലും UDF രാഷ്ട്രീയമോ LDF രാഷ്ട്രീയമോ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വിഭാഗീയതയോ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചർച്ചകളോ ഒക്കെയുമായി ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. അതിനകത്ത് ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നത് എന്ന് ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അത്തരം ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരം ചർച്ചകളെ കേരളീയ സമൂഹത്തിൻ്റെ ചിന്തകൾക്ക് മേൽ അവരുടെ സംവാദങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ് അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലേരി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ സുനിൽകുമാർ, മുഖ്യധാര രാഷ്ട്രീയങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം വഴിതെറ്റി പോകുന്നുണ്ടോ? ഇനിയും എത്ര കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ഇത്തരം ചക്കളത്തി പോരുകളുടെ പുറകെ പോകാതെ സാമാന്യ ജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ജനങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും ചർച്ച ചെയ്യുന്നതിന് പകരം വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളാണ് മീഡിയകളാണെങ്കിലും പല സ്ഥലത്തും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം വരികയുണ്ടായി. എന്താണ് ആ മാറ്റം പറയുന്നത് എന്താണ്? എൻട്രൻസ് എക്സാമിനേഷൻ്റെ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? എൻട്രൻസ് രണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ പോലും അത് വരുന്നു. അതിന് ഗവൺമെൻറ് പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? ഇവിടെ നിലനിൽക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ് നിലനിൽക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വിദ്യാഭ്യാസ നിലവാരത്തിന് വേണ്ടിയിട്ടാണോ? ഇവിടെ ഗവൺമെൻറ് നിലനിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവർ റോങ് ആയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്. ഇവിടെ വളരെ ഗൗരവമായിട്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസമായി നടക്കുന്ന കോൺഗ്രസിൻ്റെ യോഗത്തിൽ ചർച്ച നടത്തിയത് എന്താ? ചർച്ച മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ് ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ അവർ കഴിഞ്ഞോ? തീരുമാനം എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ വികസന മേഖലയിലെ പ്രതിസന്ധി, സാമ്പത്തിക മേഖല പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യക്ഷമമായ ചർച്ച നടത്തി അല്ല. ശ്രീ സുനിൽകുമാർ, നമുക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ മദ്യനയത്തെക്കുറിച്ച് ചർച്ച നടത്തിക്കോട്ടെ, ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള ക്ലാഷ് അവിടെ നടക്കുമ്പോൾ തന്നെ VM സുധീരനെ പോലുള്ളൊരു നേതാവിന് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൂടെ? അല്ല, VS സുധീരൻ്റെ ആദർശ രാഷ്ട്രീയത്തെപ്പറ്റി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ സംതൃപ്തനായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദർശം ജയിച്ചോളണം എന്നൊന്നും നിർബന്ധമില്ല. അദ്ദേഹത്തിന് ആദർശമുള്ളവനാണെന്ന് പറഞ്ഞാൽ മാത്രം മതി അതിൽ അഭിനമിക്കുന്ന ഒരാളാണ് VM സുധീരൻ. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നു അദ്ദേഹം ആദർശവാനാണ്, അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹം വലിയ ആദർശം കൊണ്ടുവന്നു എന്ന് പറയുന്ന. പക്ഷേ വാസ്തവത്തിൽ VM സുധീരൻ ഇന്ന് കേരളത്തിലെ KPCC നയിക്കുന്ന ആളാണ്. ആ നയിക്കുന്ന ആൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം, ആ മദ്യനിരോധനം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നോ? അല്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു തന്ത്രപരമായ നീക്കം നടത്തിയതാണ്. അതിനകത്ത് ആദർശത്തിന്റെ പരിവേഷം കൊണ്ടുവന്നു. അതാണ് അതിന്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിക്കുന്ന പൊതുജന സമൂഹമാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ജയിച്ചാരാണ്? ജനം പരാജയപ്പെട്ടു. VM സുധീരൻ ജയിച്ചു. VM സുധീരന്റെ ആദർശാധിഷ്ഠിത രാഷ്ട്രീയം അദ്ദേഹം ജയിച്ചിരിക്കുന്നു. ഈ ചർച്ചയെ സക്രിയമാക്കിയ പ്രൊഫസർ മാർട്ടിൻ പാട്രിക്, ധനതത്വ ശാസ്ത്രജ്ഞനായ അദ്ദേഹം കൊച്ചിയിലുണ്ട്. ശ്രീ മാർട്ടിൻ പാട്രിക്, താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഇതിനെ ഇപ്പോൾ നമ്മൾ വളരെ പ്രാധാന്യത്തോട് ചർച്ച ചെയ്ത മറ്റു വശങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങളിൽ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് ഈ പ്രശ്നത്തിൽ ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ടാക്സേഷൻ എന്നുള്ള ഒരു വിധം, അതായത് നികുതി എല്ലാം സാധാരണ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം തുടർന്നു കൊണ്ടുപോകുന്നു. ഇതിനുള്ള പരിഹാരം എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ 1-2 നിർദ്ദേശങ്ങളുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ സ്വാംശീകരിക്കുന്നത്? അല്ല, ഇത് നികുതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നികുതി നമ്മുടെ മൊത്തത്തിൽ പരിശോധിച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അത് പറയും റിഗ്രസീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാധാരണക്കാരന്, പാവപ്പെട്ടവനിൽ കൂടുതൽ ഭാരം അടിച്ചമർത്തുന്നു, സമ്പന്നനിൽ അത് കുറച്ച് ഭാരമേ അത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ട് റിഗ്രസീവായിട്ടുള്ള ഒരു നികുതി സമ്പ്രദായം നമ്മൾ വിമർശിക്കപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. അത് പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കാകട്ടെ, ഡീസലിനാകട്ടെ, പിന്നീട് ടുബാക്കോയ്ക്കാകട്ടെ, സിഗരറ്റാകട്ടെ, ഇനി നിത്യോപയോഗ സാധനങ്ങളാകട്ടെ, ഇതിനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ചു കൊണ്ടിട്ടും
സാധാരണ ജനങ്ങളെ വളരെയധികം സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നികുതി സമ്പ്രദായം രൂപപ്പെടുത്തണമെന്ന് നമുക്ക് പണ്ട് മുതലേ ഇവിടെ അർത്ഥശാസ്ത്രം മുതലേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ഭരണാധികാരികൾ പെട്ടെന്നുണ്ടാകുന്ന വരുമാനത്തിൻ്റെ പുറകെ ഓടുകയും അതിനെ വല്ലാണ്ട് ന്യായീകരിക്കുകയും ഈ പറഞ്ഞ കണക്ക് കപടവാദങ്ങൾ നിരത്തുന്നു. കപടവാദങ്ങൾ നിരത്തിയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ ആളുകളെ കബളിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. എപ്പോഴും പരാജയപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ പറയത്തില്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്, പാവപ്പെട്ടവരാണ്, ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പാണ് ഇതിലെല്ലാം കബളിപ്പിക്കപ്പെടുന്നത്. അവരുടെ ഭാരം ഒരു തരത്തിലും കുറയാതെ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവനാണ് എല്ലായിടത്തും ഇരകളാക്കപ്പെടുന്നത്. നികുതിയുടെ കാര്യത്തിലാണെങ്കിലും പട്ടിണി കിടക്കുന്ന കാര്യത്തിലായാലും മദ്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും ഒരുപാട് ചർച്ചകൾ ഇന്നലെ നടന്നത് വളരെ തമാശയാണെങ്കിൽ പോലും വി.ഡി. സതീശൻ KPCC പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സാറ് രാജിവെക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഹൈക്കമാൻഡിനെ കുറിച്ച് പറയുന്നു. എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്? എവിടെയാണ് ഹൈക്കമാൻഡ്? വി.ഡി. സതീശൻ രാജിവെച്ചാൽ എന്താണ്? വി.ഡി. സതീശൻ്റെ രാജി ഒരു വിപ്ലവ പ്രവർത്തനമൊന്നുമല്ല. കേരളത്തിൻ്റെ പാവപ്പെട്ടവനെ സംബന്ധിച്ച്, ഇവിടുത്തെ പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വി.ഡി. സതീശൻ്റെ രാജിയോ VM സുധീരൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനലബ്ധിയോ കേരളം കണ്ട ഏറ്റവും മഹത്തായ ഒരു വിപ്ലവ പ്രവർത്തനമൊന്നുമല്ല. ആ നിലക്കുള്ള ചർച്ചകൾ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. അതിനകത്ത് എനിക്ക് ഒന്നാം പ്രതിസ്ഥാനത്ത് ചേർത്ത് നിർത്താൻ താല്പര്യപ്പെടുന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെയാണ്. VM സുധീരൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനലബ്ധി കേരളത്തിൽ എന്തൊക്കെയോ മഹാ അത്ഭുതങ്ങളുണ്ടാക്കുമെന്നും ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ശുദ്ധികലശം ചെയ്യുന്നതിനകത്ത് സക്രിയമായിട്ടുള്ള ചുവടുവെപ്പായി മാറുമെന്നൊക്കെ നിങ്ങൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ് ആ നിലക്ക് മലയാളിയെ വെറുതെ പ്രലോഭിപ്പിച്ചത്. പക്ഷേ VM സുധീരൻ ജനപക്ഷത്ത് നിന്ന് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ആദർശ ഇമേജിനെ അത്തരമൊരു ബബിൾ, ഏറ്റവും വ്യാപ്തിയില്ലാത്ത ഉള്ളുപൊള്ളയായിട്ടുള്ള VM സുധീരൻ്റെ ഒരു ഇമേജ് മേക്കിനെ, ഒരു വിഗ്രഹ നിർമ്മിതിയെ സഹായിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ VM സുധീരൻ അക്ഷരാർത്ഥത്തിൽ മദ്യത്തിൻ്റെ വിഷയത്തിനകത്തായാലും എന്ത് ജനകീയ പ്രശ്നത്തിനകത്തായാലും അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിന് ശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എത്രമാത്രം പിന്തുണ കൊടുത്തു എന്നുള്ളത് പരിശോധിക്കുന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്കും മാധ്യമങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്കും എനിക്ക് വളരെ കൗതുകരമായി തോന്നിയ കാര്യമാണ്. അതിനകത്ത് ദയവായി ഞാൻ മറ്റൊരു നേതാവുമായി ബന്ധപ്പെടുത്തുന്നതിനകത്ത് തെറ്റിദ്ധരിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ പറയട്ടെ. VS അച്യുതാനന്ദൻ കേരളത്തിലെ പൊതുബോധ്യത്തിലേക്ക് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ജനകീയ പ്രശ്നങ്ങളുടെ, സ്ത്രീപക്ഷ പ്രശ്നങ്ങളുടെ, ചൂഷിതരുടെ പ്രശ്നങ്ങളുടെ ഒരു വലിയ മാനമുണ്ട്. ആ മാനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കപ്പെടുന്നത്, അതിന് കേരളത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ പൊതുബോധ്യത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത് ഒരിക്കലും CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ മെഷീനറി ഉപയോഗിച്ചായിരുന്നില്ല. മറിച്ച് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ പൊതുബോധ്യങ്ങൾ VSന് കൊടുത്തിട്ടുള്ള നിസ്സീമമായ അകമഴിഞ്ഞ പിന്തുണയായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് തോറ്റ യുദ്ധങ്ങളുടെ അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പരാതി താങ്കൾ ഉന്നയിച്ചത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിവുള്ള കാര്യവുമാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത്, ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ VM സുധീരനെയും VS അച്യുതാനന്ദനെയും താരതമ്യം ചെയ്യുന്നതിനപ്പുറം ഇതിലൊരു രാഷ്ട്രീയമില്ലേ? VM സുധീരനെയും VS അച്യുതാനന്ദനെയും താരതമ്യം ചെയ്യേണ്ടി വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അവനവൻ്റെ സംഘടനയുടെ, അവനവൻ്റെ മുന്നണിയുടെ നിലപാടുകൾ ജനവിരുദ്ധമാണ് എന്നുള്ള സംശയം വരുന്ന സമയത്ത് ആ നിലപാടുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കേരളീയ പൊതുബോധ്യത്തിന് സ്വീകാര്യമായിട്ടുള്ള രണ്ട് നേതാക്കന്മാരെന്നുള്ള നിലക്കാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MN വിജയൻ മാഷ് പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവ് എന്ന് VSനെ സംബന്ധിച്ച് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ സംഘടനയുടെ ആന്തരികമായിട്ടുള്ള സംഘാടന ക്രമത്തിൻ്റെ, ആ സംഘടനയ്ക്കകത്തുള്ള ഉൾപ്പാട്ടി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. കേരളീയ പൊതുസമൂഹത്തിൽ ഏറ്റവും വിജയിച്ച നേതാവ്, എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവ് വളരെ പരിമിതമാണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു എളിയ നിരീക്ഷണത്തിൽ പറയട്ടെ, കേരളീയ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും പിന്തുണയോടെ, ഒരു ഇമേജ് മേക്കിങ്ങിലൂടെ,
ഒരു പൊതുബോധ്യത്തിൽ ഏറ്റവും അസ്വാഭാവികമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതിലൂടെ തീർച്ചയായും ജയശങ്കർ താങ്കൾ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമാണ്. വി.എസ്. അച്യുതാനന്ദൻ മാത്രമല്ല, E.M.S. നമ്പൂതിരിപ്പാടിനെ പോലെയും ഒട്ടനവധി അച്യുതമേനോനെ പോലെയുമുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ച് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ശ്രീ സുനിൽകുമാർ, ഈ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത് താങ്കൾ ഈ ഒരു ചർച്ചയുടെ മറ്റൊരു വശത്തേക്ക് പോകുന്നതിന് പകരമായി നമ്മൾ ഇത്ര സമയം സംസാരിച്ച ഈ വിഷയം തന്നെ, ഈ നികുതി ഘടനയിലെ മാറ്റം പ്രത്യേകിച്ചും ജനങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെയൊക്കെ ഒരു തിക്തഫലമാണ് എന്ന് നമുക്ക് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ആ കാഴ്ചപ്പാട്? പ്രത്യേകിച്ചും നമ്മുടെ ഒരുപാട് നേതാക്കളെക്കുറിച്ചുള്ള ചരിത്രവും അറിവും നമുക്കുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ സംഭാവനകൾ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വി.എസ്. അച്യുതാനന്ദനും അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. വി.എം. സുധീരനിൽ എത്തി നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് വി.എം. സുധീരൻ്റെ ഒരു ആദർശ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വിഷയമായി മാധ്യമങ്ങൾ ഏറ്റുപറഞ്ഞ ഈ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ചർച്ചയെ കൺക്ലൂഡ് ചെയ്യേണ്ടി വരിക? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആദർശ രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള സംഘടന നടക്കുന്നു എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. സത്യത്തിൽ ആമാശയ രാഷ്ട്രീയമാണ് ഇവിടെ ജയിക്കുന്നത്. കാരണം ഇപ്പോൾ വി.എം. സുധീരൻ്റെ ആദർശ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും വി.എം. സുധീരൻ്റെ ആദർശ രാഷ്ട്രീയം പരാജയപ്പെട്ടത് ബാഹ്യശക്തികളുടെ പ്രയത്നബലം കൊണ്ടൊന്നുമല്ല, പത്രമാധ്യമങ്ങളുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടല്ല, ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടല്ല. എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിട്ടും അത് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പരാജയപ്പെടും എന്നതിന് അറിയാമായിരുന്നു. എങ്കിലും അദ്ദേഹം ആ ആശയം മുന്നോട്ട് വെച്ചത് ഒരു ആദർശത്തിന് വേണ്ടിയിട്ടുള്ള ആദർശ പ്രകടനം മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് എന്തായിരുന്നു? പ്രായോഗിക രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവുമാണ് സംഘടന ഉണ്ടായെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം കീഴടങ്ങി കൊടുക്കാനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസിസ്റ്റൻസ് പോലും ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് പോലും ഉണ്ടായില്ല. അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ അത് എന്തിനാണ് അങ്ങനെ ഉന്നയിക്കും ചോദിച്ചേക്കാം. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിനെയും പാർട്ടിയെയും ഒറ്റക്കെട്ടായി നിർത്തിയെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സമയം അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നൊരു ആശയം എവിടെ പരാജയപ്പെട്ടു? ആരാണ് പരാജയപ്പെടുത്തിയത്? ജനങ്ങളാണോ? മീഡിയാസ് ആണോ? ഈ KPCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ? ആര് പരാജയപ്പെടുത്തി? അപ്പോൾ ആ പരാജയപ്പെടുത്തി ആരാണ് ചോദിക്കുമ്പോൾ അവിടെ പ്രായോഗികം തമ്മിൽ സംഘർഷം കൊണ്ട് ആദർശം പരാജയപ്പെട്ടു എന്ന് പറയുന്ന അർത്ഥത്തിൽ ആദർശം ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായും ഈ ചർച്ച ഒരു പരിപൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ വി.എസ്. സുനിൽകുമാർ MLA, ഒപ്പം പ്രൊഫസർ മാർട്ടിൻ പാട്രിക്, അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് പാലേരി, ഒപ്പം ശ്രീമതി ബിന്ദു കൃഷ്ണ